ഹായ്, രാജി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് സുഖമാണ്. നല്ല ചൂടാ കുട്ടികളെ, വേണ്ട വിയർത്ത് പെണ്ടിയായി ഞാൻ. അപ്പോൾ എന്നോട് ഇങ്ങനെ അമ്മമാര് ചോദിക്കുകയാണ്, കുട്ടികളൊക്കെ മുടി തീരെ ഉള്ളില്ല, കട്ടിയില്ല. പിന്നെ അമ്മമാർക്കും ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക് മുടി ഇല്ല എന്ന് പറയണ്ടേ. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില, കരിഞ്ജീരകം, പിന്നെ നമ്മളുടെ സാധാ സാധാ ഉലുവ, പിന്നെ നമ്മുടെ സാധാ കോക്കനട്ട് ഓയിൽ, നമ്മളെ വീട്ടിൽ ആട്ടിക്കൊടുന്ന കോക്കനട്ട് ഓയിൽ, അതുകൊണ്ടൊരു ഞാനൊരു എണ്ണ കാച്ചിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും ലിങ്കിൽ കയറി കാണണം കേട്ടോ. എൻ്റെ ഇത് അടിച്ചു കഴിഞ്ഞാൽ, രാജി വ്ലോഗ്സ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആ എണ്ണ. നിങ്ങൾ കാണണം. അതെന്താ വെച്ചാൽ എളുപ്പമാണ്. കാരണം നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഒരു സ്പൂൺ കറിവേപ്പിൻ്റെ ഇലയും, അല്ല, ഒരു 2 പിടി കറിവേപ്പിൻ്റെ ഇലയും, ഒരു സ്പൂണ് ഉലുവ, ഒരു സ്പൂൺ കരിഞ്ജീരകവും കൂടി ക്രഷ് ചെയ്തിട്ട് സാധാ വെളിച്ചെണ്ണ അടുപ്പത്ത് വെക്കുക. ഒപ്പം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എണ്ണ ഉണ്ട്. അത് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ പറയാണ്, വെള്ളം നല്ലോണം എല്ലാവരും കുടിക്കണം. വേനൽക്കാലം, വർഷക്കാലം കുട്ടികൾക്കൊക്കെ കൊടുക്കണം. ചില വീഡിയോയിൽ ഞാൻ ആകെ എന്താ പറയണത് പോലും ഓർമ്മയില്ലാതെ അങ്ങനെ ചിലത് പറയാൻ മറക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് വെള്ളം കൂടി എണീറ്റ വഴിക്ക് 2 ഗ്ലാസ്, പിന്നെ ഓരോ ദാഹിക്കുമ്പോൾ ഒന്നിച്ച് കുടിക്കുന്നത് കേടല്ലേ. കുറേശ്ശെ എല്ലാവരും കുടിക്കണം. പക്ഷെ എല്ലാ വീഡിയോ എല്ലാവരും കാണുന്നില്ല. അപ്പോൾ കണ്ടവർക്കൊക്കെ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവും, ചിലപ്പോൾ ചിലവർ കാണുന്നില്ല. അതുപോലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളെ മുടിയിലെ എണ്ണ 2 തുള്ളി എടുത്തിട്ട് നമ്മൾ മുടിയൊക്കെ നന്നായി കൂട് കളഞ്ഞ് സ്കാൽപ്പിൽ 2 തുള്ളി എടുത്ത് നമ്മൾ മസാജ് ചെയ്യണം. പിന്നെ കുളിക്കുമ്പോൾ നമ്മൾ നെറുകിൽ ഒരുപാട് എണ്ണ തേക്കണം എന്നില്ല, ഇഴകളിലൊക്കെ പാകത്തിന് തേച്ചാൽ മതി. അതുപോലെ വൈകുന്നേരത്ത് നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ. ഒരു തുള്ളി എണ്ണ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൂടില്ലാതെ മുടി കുമ്പിട്ടൊന്ന് ചീന്തി കെട്ടണം. അപ്പോൾ ഞാൻ ഇന്ന് എന്താ വെച്ചാൽ, എല്ലാവരും പറഞ്ഞ അനുസരിച്ച് പ്രസവം കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞവർക്ക് മുടി ഗ്രോത്ത് ഇല്ല, കുഞ്ഞു കുട്ടികൾക്ക് ഗ്രോത്ത് ഇല്ല. അപ്പോൾ ഇത് കുറച്ച് പ്രയാസമാണ്. മറ്റേ ഞാൻ ആദ്യം പറഞ്ഞത് അത്ര എളുപ്പമില്ല. ഇത് നമ്മൾ എന്താണെന്നറിയോ, ഇതിനൊരു 5 നാളികേരം എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിന് വേണ്ടത് 5 നാളികേരം ആദ്യം. പിന്നെ അത് നമ്മൾ ഉടക്കുക. അതിൻ്റെ വെള്ളം നമ്മൾ എടുക്കണില്ല. വെള്ളം നമുക്ക് കുടിക്കാം, നല്ലതാണ്. വേണ്ടപ്പോൾ കുടിച്ചോളൂ. വെള്ളം കളയൊന്നും വേണ്ട. പിന്നെ നമ്മൾ ചെയ്യണത് എന്താണെന്നറിയാമോ, നാളികേരം നന്നായിട്ട് ചിരവുകയാണ്. അല്ലാതെ നമ്മൾ ആവി ചെത്ത് അതൊന്നും ചെയ്യണില്ല. നമ്മൾ നന്നായിട്ട് കുഞ്ഞുന്നലെ ചിരവി എടുക്കുകയാണ്. എന്നിട്ട് ഞാനത് മിക്സിയുടെ ജാറിൽ എടുത്ത് അരച്ചു, ക്രഷ് ചെയ്തു. എന്നിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ ഞാൻ ലേശം തിളച്ച വെള്ളം കൊണ്ട് നല്ലോണം കുഴച്ചു. എന്നിട്ട് പാലെടുത്തതാണ്. കണ്ടോ, നമ്മൾ പാലെടുത്താണ്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിക്ക് ഞാൻ ഇതൊക്കെ പാലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. കണ്ടോ, അപ്പം നമുക്ക് എന്തുണ്ടെന്ന്, ഒരുപാട് വെള്ളം ഉള്ളതൊക്കെ നമുക്ക് ഊറ്റിക്കളയാൻ കിട്ടും. അതിൻ്റെ നെയ്യും എങ്ങനെയുണ്ട്, പാലിൽ കിടക്കുക. പാൽപ്പാട കണ്ടിട്ടില്ലേ നിങ്ങൾ? നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടിയിൽ എന്ന പോലെ കട്ടിയിൽ പാട കിട്ടുന്നുണ്ട് കേട്ടോ. അടിയിലെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. അപ്പം നമുക്ക് ഒരുപാട് സമയം വെള്ളം ഇട്ട് കുറുക്കണ്ട. പിന്നെ അപ്പൊ നമ്മൾ ഇങ്ങനെ നാളികേരപ്പാലൊക്കെ റെഡിയാക്കി. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ചിരവി പിഴിഞ്ഞാൽ മതി, തമ്പാലെടുത്താൽ മതി. ആട്ടിപ്പിഴിഞ്ഞ് വെള്ളം കൂട്ടിയാൽ എണ്ണ കമ്മിയാവുക ചെയ്യുക. ഈ 1/2 ലിറ്ററിന് ഈ 5 തേങ്ങയ്ക്ക് നമുക്ക് അത്യാവശ്യം എണ്ണ കിട്ടും കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ വീണ്ടും എന്താ ചേർക്കണേ വെച്ചാല്, ഒന്നുമല്ല, നമ്മൾ എല്ലാ എണ്ണയിലും ചെയ്യണ കാര്യം തന്നെയാണ് കേട്ടോ. ഞാൻ ഏത് സമയത്തും ഇങ്ങനെയാണ്. കണ്ടോ, അത്ര എണ്ണയിലേക്ക് ഞാൻ എന്നും മൃതസഞ്ജീവനിയാണ് നമ്മളെ ശരീരത്തിന്റെയും മുടിയുടെയൊക്കെ ഈ കരിഞ്ജീരകം. കണ്ടല്ലോ, മരണത്തിൽ നിന്ന് എല്ലാത്തിനും നമ്മളെ രക്ഷിക്കണ ഒരു സാധനമാണ് കരിഞ്ജീരകം. മരണത്തിന് മാത്രമേ, ആയുസ് തരാൻ മാത്രം ഇതിന് പറ്റുന്നില്ല തോന്നുന്നു. ബാക്കി അസുഖങ്ങൾക്കൊക്കെ ഉള്ള നല്ലൊരു റെമഡിയാണ്. അപ്പൊ ഞാൻ ഇതിൽ തോന്നല്ലേ 2 സ്പൂണ് കരിഞ്ജീരകം. കണ്ടല്ലോ, അതേപോലെ 2 സ്പൂൺ. ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് കഴുകൊന്നും വേണ്ട. കണ്ടല്ലോ, ഞാൻ കഴുകി ഉണക്കി വെച്ചതുകൊണ്ട് എനിക്കിത് ക്രഷ് ചെയ്യാൻ. ഇത് ഒരുപാട് പൊടിയൊന്നും ചെയ്യില്ല കേട്ടോ. അത്രയൊക്കെ മതിയേ. നമ്മളെ എസൻസ് അതിലേക്ക് ഇറങ്ങുമല്ലോ. നമ്മൾ നല്ല കുറച്ച് സമയം അടുപ്പത്ത് വെക്കുന്ന സാധനമാണ് നമ്മളുടെ ഈ നാളികേരം വെന്ത എണ്ണ. ഇതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. വെറും വെർജിൻ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾ ഇതിൽ ഈ കറിവേപ്പിലൊന്നും വേണമെന്നില്ല. പക്ഷെ നമ്മളെ മുടി വളർച്ച കൂട്ടാൻ ഒരുപാട് നല്ലതല്ലേ കറിവേപ്പില. അത് കാരണം ഞാൻ കറിവേപ്പിലയും കരിഞ്ജീരകവും കൂട്ടിയിട്ടാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുക. ഇത് നിങ്ങളുടെ മുടിയുടെ സ്കാൽപ്പിലും ഇഴകളിലും പാകത്തിന് ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം തേക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ താളി തേച്ചോളൂ, ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടിയും. എങ്കിൽ നിങ്ങൾക്ക് മുടി വളരില്ല എന്നുള്ള പേടി വേണ്ട. പിന്നെ നിങ്ങളിപ്പോൾ മഴക്കാലമാകൊണ്ട് ഞാൻ എപ്പോഴും പറയുകയാണ്, മാസ്കുകൾ ഉപയോഗിക്കണ്ട. മാസ്കുകളെ പറഞ്ഞാൽ കൊഴുത്ത സാധനങ്ങളെ മുടിയിൽ നിന്ന് പോവാൻ പ്രയാസമാണ്, മുടിയുടെ ഈർപ്പം പോവാൻ പ്രയാസമാണ്. അപ്പൊ നമ്മളെ മുടിയിലെ കായ വരും, അപ്പൊ മുടി പൊട്ടിപ്പോവും. അപ്പൊ എണ്ണ കമ്മിയായിട്ട് തേക്കേണ്ട കാലമാണ് നമ്മളുടെ മഴക്കാലം. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ക്രഷ് ചെയ്യട്ടെ. നമ്മൾ ഇതാ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. കറിവേപ്പില, നമ്മളെ കരിഞ്ജീരകം, നമ്മളെ ഉലുവ, അത് നമ്മൾ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു.
ഈ എണ്ണയിലേക്ക് നമ്മൾക്കിത് ചൂടായിട്ടൊന്നുമില്ല, ഒപ്പം ഉണ്ടാകും, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കണ്ടല്ലോ, ഈ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു മണിക്കൂർ നമ്മളെ ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ടാട്ടോ ഇതിന് എത്ര സാധനം ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ സമയത്തിന്റെ ദൈർഘ്യത. ഇപ്പൊ അമ്മ എടുത്തിട്ടിരിക്കുന്നത് 5 നാളികേരത്തിന്റെ പാലാണ്. ഇതിനും വേണം നമുക്ക് ഒരു മണിക്കൂറിൽ താഴെയുമില്ല. ഇത് തിളയ്ക്കുന്നവരേക്കും നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഹൈ ഫ്ലെയിമിൽ ഇടുക. തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ഈ എണ്ണ ഉണ്ടാക്കാൻ പാടുള്ളൂ. നമുക്ക് ഫ്ലെയിം കൂട്ടി എണ്ണ ഉണ്ടാക്കണോണ്ട് കുഴപ്പമില്ല. എന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ ഈ ഫ്ലെയിം കുറച്ച് ചെയ്യൂ എന്ന് എല്ലാവരും പറയുന്നത് എന്താ വെച്ചാലേ, നമുക്ക് അതിന്റെ ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം എന്തും ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ ഫലം കിട്ടില്ല. ഇത് ഒരു കൃത്യമായിട്ടുള്ള ഒരു മൂപ്പ് ഇത് നമ്മൾക്ക് മനസ്സിലാക്കണം, ഈ എണ്ണ കാച്ചണവരെ. അപ്പൊ ഞാനിത് ഇപ്പൊ തിളക്കണേ ഉള്ളൂ കേട്ടോ. ഇതിനിങ്ങനെ തിളക്കട്ടെ ഇവിടെ ഇരുന്നിട്ട്. അപ്പൊ ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ പാകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട കേട്ടോ. കണ്ടോ കുട്ടികളെ, ഇതിപ്പോ അമ്മ ഒരു മണിക്കൂറായി. കണ്ടോ, ഇത്രയായിട്ടേലോ. ഈ സമയത്ത് തന്നെ നിങ്ങൾ ഇത് വാങ്ങുന്നരുത് കേട്ടോ. ഇതിപ്പോ നമ്മൾ മൂത്തിട്ടില്ല, കണ്ടല്ലോ. ഒന്നും കൂടി മൂക്കണം. അയച്ചിട്ട് കറുമുറുന്നനെ ആവരുത് ഒരിക്കലും. നമ്മളെ കോഴിമുട്ട കൊത്തിപ്പൊരിച്ച വരുമല്ലേ, അതാണ് ഇതിന്റെ ഭാഗം. കണ്ടോ, എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരലിറങ്ങി. ഇനി ഇതിനൊരു 15 മിനിറ്റ് കൂടി. ഇനി ഞാൻ ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഊറ്റിയിട്ട് പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾ ഇതേപോലെ സിമ്മിലിട്ടിട്ടേ കത്തിക്കാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. കുറെ സമയം വേണ്ട വിചാരിച്ചിട്ട് ഒന്നിച്ച് കത്തിക്കരുത്. ഇത് നമ്മളെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്ക് പുതിയ മുടികൾ വരാനും, നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രസവിച്ച വഴിക്ക് നമ്മളെ കുട്ടികൾക്ക് നാളികേരം എന്തെണ്ണ കൊണ്ട് കുളിപ്പിക്കണത്. അപ്പൊ അതെന്താ വെച്ചാലേ അവർക്ക് ഫംഗസ് ബാധ ഒന്നും വരാതിരിക്കാനാണ്. നമ്മളെ എല്ലാ ശരീരഭാഗത്തും കുളിക്കനെ തേപ്പിക്കുന്നുണ്ട് അല്ലേ. ശരീരത്തിലെ മോളി പോകുന്നുണ്ട് കുട്ടികളുടെ. അതുപോലെ പുതിയ മുടികൾ കിളിർത്ത് വരാൻ, ചില കുട്ടികൾക്ക് മുടി കമ്മിയാവുമല്ലോ. അപ്പോ മേത്തെ അശണ്ടകളൊക്കെ പോയി, തലയിൽ തീമൊക്കെ പോയി, നല്ല പുതിയ ഇത് വരാൻ വേണ്ടിയിട്ടാട്ടോ മുടികളൊക്കെ. അപ്പൊ ശരീരത്തിൽ ഒരു ഉച്ച പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ ഈ നാളികേരം വെണ്ണ തൊട്ട് വെക്കുന്നുണ്ട് അല്ലെ. കുട്ടിയുടെ ശരീരഭാഗത്ത് മുഴുവനി ചെവിയിലടക്കം എൻ്റെ അമ്മ അങ്ങനെ കുട്ടികളുടെ എണ്ണ കൊടുക്കൂട്ടോ. അപ്പൊ കുട്ടികളുടെ ആ ശരീരത്തിലെ ചളിയൊക്കെ എല്ലാ ഭാഗത്തെയും ചളികളൊക്കെ പോരാ നമ്മൾ നാളികേരം വെണ്ണ ആ കാലത്തെ ഉപയോഗിച്ചു വരുന്നത്. നമ്മളെ പൂർവികർക്ക് എന്തൊരു അറിവല്ലേ. ഇപ്പോഴും ഞാനതിങ്ങനെ പോരുന്നുണ്ട് കേട്ടോ, അത് ചെയ്തു പോരുന്നുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ നാളികേരം വെണ്ണ തേക്കുന്നുണ്ട്. എൻ്റെ മകളുടെ കുട്ടികളും ഞാനും ഒക്കെ തേക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും മകനും കറിവേപ്പിലയും ഉള്ളിയും പിന്നെ ഞാൻ കണ്ടില്ലേ കരിഞ്ചീരകം ഇട്ടായിരുന്നു. ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നാളികേരം വെണ്ണയാണ് തേക്കണത് കേട്ടോ. അപ്പൊ കണ്ടോ, ഈ എണ്ണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചൂടോടുക്കനെ നമ്മൾ ചായയുടെ അരിപ്പയിലൊന്നും പാരരുത്. കണ്ടു, ഇത്രയും കൽക്കം കിട്ടുന്നുണ്ട്. കണ്ടല്ലോ, അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പില എണ്ണ മാത്രമൊക്കെ ആണെങ്കിൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ നമുക്ക് കൽക്കൻ. അപ്പൊ നമുക്ക് ചായയുടെ അരിപ്പയൊക്കെ ഉപയോഗിക്കാം. ഇത് നാവുമ്പോ നമ്മള് കണ്ടോ നല്ല ബുദ്ധിമുട്ടാണ്. 2 ആള് വേണം. ഇതിങ്ങനെ കൽക്കൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എണ്ണ കണ്ടോ അടിയിൽ വരും. ഇനി അത്രയും എണ്ണ ഈ കക്കനിലാണ്. കണ്ടോ, 2 ആള് കൂടിയിട്ട് ഈ വടി കൊണ്ട് ചൂടോടെ വേണം. ചൂടാറിയ പിന്നെ ഇതിന്റെ എണ്ണ കിട്ടില്ല നമുക്ക്. അതാണ് ഇതിന്റെ പ്രത്യേകത. കണ്ടോ, നല്ല ചൂടുണ്ട് കേട്ടോ. കയ്യിലും തട്ടാതെയാണ് അമ്മ പിഴിയണത്. കണ്ടോ, അച്ഛനെ സഹായത്തിന് കൂട്ടിയിരിക്കുകയാണ്. കണ്ടല്ലോ, ഇപ്പൊ 2 പേരും കൂടിയാണ് എണ്ണ പിഴിയണത്. കണ്ടല്ലോ. ഇനി നിങ്ങൾ കണ്ടോട്ടോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ എണ്ണ ഉണ്ടാക്കിക്കോളൂ. 2 ആളും വേണം അപ്പൊ പിഴിയാൻ. അത്രയും നല്ല പോഷകമുള്ള എണ്ണ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം. സിമ്പിൾ അല്ല ഈ എണ്ണ. കണ്ടോ, ഇത് ഏത് കാലത്ത് തുടങ്ങിയതാണെന്നറിയോ ഉപയോഗിക്കല്? കുട്ടിക്കാലത്ത്. പിന്നെ പ്രസവിച്ച് കിടക്കുമ്പോൾ അമ്മ രാത്രിയൊക്കെ എനിക്ക് 2 സ്പൂൺ കുടിക്കാൻ തന്നിരുന്നു. പ്രസവിച്ച് കിടക്കുമ്പോഴല്ല, ഗർഭിണിയാവുന്ന സമയത്ത് 9ാം മാസത്തിൽ മുതൽ എനിക്ക് പ്രസവിക്കുന്നതിന്റെ 10 ദിവസം മുന്നേ വരേക്ക് ഈ 2 സ്പൂൺ കുടിക്കാൻ തരും. പ്രസവിച്ച് കഴിഞ്ഞ അമ്മ ഇതിലാണ് എനിക്ക് ചോറൊക്കെ തരുന്നത്. വയറ്റിലെ പുണ്ണ് കരിയിത്രേ. അപ്പൊ അതിൽ നമ്മൾ കരിഞ്ചീരകം മാഷിക്ക പറഞ്ഞൊരു സാധനം കൂടി അരച്ചിരുന്നുണ്ട് കേട്ടോ. നമുക്ക് തേക്കാനുള്ള എണ്ണയില് നമ്മൾ മാഷിക്ക ഇടില്ല, കരിഞ്ചീരകം അപ്പോഴും ഇടാട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് അമ്മ ഞങ്ങളുടെ ഈ 6 പെൺകുട്ടികളുടെയും തലയിൽ ഇത്രയും മുടി നിലനിർത്തി പോകുന്നത്. എനിക്ക് ഒരുപാടില്ല കേട്ടോ. എന്റെ ചേച്ചിമാരെ കണ്ടു കഴിഞ്ഞാല് ഞാൻ മുടിയുടെ കാര്യത്തിൽ അത്ര ഫ്രണ്ടിലേക്കൊന്നല്ല, ഷുഗർ പിടിക്കുന്നുണ്ട്. പണ്ട് നല്ല ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ എണ്ണ. കണ്ടല്ലോ. അപ്പൊ നമ്മളുടെ എണ്ണ ഇവിടെ റെഡിയായി. ഇത് എല്ലാവരും ഉപയോഗിച്ച് നോക്കണം. അപ്പൊ ഇനി അമ്മ വീഡിയോ നിർത്തുകയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.